ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്നുണ്ടല്ലോ ഈ ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് പഠിക്കാമേ. ഞാനിത് പണ്ട് എനിക്ക് തോന്നുന്നു ഞാനൊരു 6ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഒരു 1 ഡേ ക്ലാസ്സിന് പോയിട്ട് പഠിച്ചതാട്ടോ. അന്ന് കുറേ ടൈപ്പ് ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് പഠിപ്പിച്ചു. പക്ഷേ ഞാനതൊന്നും ഓർക്കണില്ല. പിന്നീട് ഞാൻ ചെയ്തത് മൊത്തം ഈ ഒരു ഫ്ലവർ മാത്രമായിരുന്നു. അതുകൊണ്ട് എനിക്കിത് മാത്രമേ ഓർമ്മയുള്ളൂ. അതിന് കുറച്ച് കമ്പി വേണം. ഈ ഈ സോക്സ് പോലത്തെ ഒരു സാധനമുണ്ട്, അതിൻ്റെ പേര് സോക്സ് എന്നാന്ന് തോന്നുന്നു, ഞാൻ മറന്നുപോയി. പിന്നെ ഈ കുഞ്ഞി സാധനത്തിൻ്റെ പേര് ബഡ്സ് എന്നാണെന്ന് തോന്നുന്നു. നമ്മൾ കുറച്ച് ഗോൾഡൻ വയർ മേടിച്ച് വെക്കാം, ഇല്ലെങ്കിൽ സിൽവർ വയർ. നമുക്കിഷ്ടമുള്ള കളറിൽ പൂവ് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് എടുക്കുക. അതൊന്ന് റൗണ്ടിൽ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. റൗണ്ട് ആക്കാനാട്ടോ ഞാൻ ഈ അടപ്പ് എടുത്തേക്കുന്നത്. നമുക്കിഷ്ടമുള്ള അടപ്പെടുക്കാം. ഇങ്ങനെ ഊരിയെടുക്കാൻ പാകത്തിനുള്ള ഒരു അടപ്പെടുക്കുക. വലുതാണെങ്കിലും ചെറുതാണെങ്കിലും മാറ്റി മാറ്റി എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. അത് കട്ട് ചെയ്തെടുക്കുക, റൗണ്ടിലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഈ സോക്സ് എന്ന് പറഞ്ഞ സാധനം അതിൽ ചുറ്റി വലിച്ച് പിടിച്ചിട്ട് കെട്ടി വയ്ക്കുക. ഇത് സോക്സ് മേടിക്കുമ്പോൾ ഉണ്ടല്ലോ, ഒത്തിരി വലിയാത്ത ടൈപ്പ്. ചിലത് നമ്മൾ മേടിക്കുമ്പോൾ ഇങ്ങനെ ഒത്തിരി വലിഞ്ഞ് മീൻ വലയൊക്കെ പോലെ ഇരിക്കും. അത്രേ ഉള്ളത് പിന്നെയും വലിക്കുമ്പോഴത്തേക്ക് ഒട്ടും കൊള്ളാണ്ടായി പോവും. അപ്പോൾ നമ്മൾ നോക്കി മേടിക്കണം കേട്ടോ. ഈ സോക്സ് അത്യാവശ്യം ഇങ്ങനെ തിക്കായിട്ടിരിക്കുന്ന അടുത്തിരിക്കുന്ന പോലത്തെ ടൈപ്പുള്ള മെറ്റീരിയൽ മേടിക്കണം. ഇത് പല വിലയുടെ അവൈലബിൾ ആണ്. അത് നോക്കി ഇഷ്ടമുള്ള കളറ് മേടിച്ച് ഇഷ്ടമുള്ള സോക്സ് മേടിച്ച് തിരഞ്ഞെടുത്ത് കെട്ടാനാണ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് കേട്ടോ. ഈ കെട്ട് പഠിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലെങ്കിൽ പൂ ഉണ്ടാക്കാൻ നല്ല പാടാണ്, നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അതിങ്ങനെ ഊർന്ന് പൊക്കോണ്ടിരിക്കും. വേറൊരാളുടെ ഹെൽപ്പൊക്കെ വേണ്ടി വരും. ഇത് കെട്ടാനായിട്ട് ആദ്യം നമ്മൾ ഈ വിരലുകൊണ്ട് ഇങ്ങനെ വലിച്ചു പിടിച്ച്, ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടാൽ മതി. എനിക്ക് പറയാൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ കെട്ട് ആദ്യം ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം, ഇല്ലെങ്കിൽ നല്ല പാടാണ്. ഓക്കെ, നന്നായിട്ട് കെട്ടി നമ്മളങ്ങനെ നമുക്ക് ആവശ്യമുള്ളത്രയും ഇങ്ങനെ ഇതളുകൾ ഉണ്ടാക്കിയെടുക്കണം. സോക്സ് കട്ട് ചെയ്യുമ്പോഴും നോക്കി കട്ട് ചെയ്യുക. ഒത്തിരി നമ്മൾ വേസ്റ്റാക്കി കളയരുത്. നമുക്ക് ആവശ്യമുള്ളത്രയും എടുത്ത് കട്ട് ചെയ്തെടുക്കുക. അത് ആദ്യമൊന്നും ശരിയാവില്ല കേട്ടോ. അത് കുറച്ച് ആകുമ്പോഴേ മനസ്സിലാവുള്ളൂ അതെങ്ങനെയാണ് കട്ട് ചെയ്യണേ, വേസ്റ്റ് ആവാതെ മാക്സിമം ഉപയോഗിക്കാൻ പാകത്തിന് എങ്ങനെയാണ് കട്ട് ചെയ്യണേന്നൊക്കെ നമ്മൾ കുറച്ചാകുമ്പോഴാട്ടോ പഠിക്കുകയുള്ളൂ. ഇങ്ങനെ കയ്യിൽ വഴങ്ങാൻ പാകത്തിനാകുമ്പം. ഞാനിത് കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയായിരുന്നു. ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടിരുന്നപ്പോഴൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ സമാധാനം കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടിരുന്നൊരു പരിപാടിയായിരുന്നു ഇത്. ചെയ്തുകൊണ്ടിരുന്നൊരു പരിപാടിയായിരുന്നു ഇത്. പിന്നെ നമ്മുടെ ഈ കമ്പിയുടെ പേരെന്തായിരുന്നു? കെട്ടുകമ്പിയോ അങ്ങനെ എന്തോ പറയുന്നത്. ഈ വീട് പണിയുന്നിടത്തൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു കമ്പിയാണ്. അല്ല, കടയിൽ പോയി ഇച്ചിരി മേടിച്ചാൽ മതി. അതിന് വലിയ വിലയൊന്നുമില്ല, ഭാഗ്യം. അതിന് മാത്രം വലിയ വിലയില്ല. ആ കമ്പി മേടിക്കുക. അതിൻ്റെ അറ്റം ഒന്നിച്ചിരി വളച്ച് വെച്ചിട്ട് ഈ സാധനം, ഇതിൻ്റെ പേരെന്തോ ബഡ്സ് എന്നാണെന്ന് തോന്നുന്നു, ഞാൻ മറന്നുപോയി. ഈ ഐറ്റം മേടിച്ചിട്ട് വച്ചിട്ട് തന്നെ 3 വർഷമായിട്ടുണ്ട്. ഞാൻ പ്രഗ്നൻ്റ് ആയിട്ടിരുന്ന സമയത്ത് ഞാൻ മേടിച്ച് വെച്ചതാട്ടോ. അതുകൊണ്ട് എനിക്കിപ്പോൾ എൻ്റെ ടച്ച് മൊത്തം വിട്ടു. ഇപ്പോൾ വീഡിയോ എടുക്കാൻ ഒരു കണ്ടൻ്റ് ആവും. പിന്നെ കൊച്ചിനെ ഇത് ഇഷ്ടപ്പെട്ടു, അവൾക്കും എൻ്റർടൈൻമെൻറ്റ് ആവട്ടെ. ഇന്ന് വെറുതെ വീട്ടിൽ ഇരിക്കുമല്ലായിരുന്നു, മഴയൊക്കെ ആയിട്ട്. അതുകൊണ്ട് ഞാനിതങ്ങ് എടുത്ത് ഉണ്ടാക്കിയതാണ്. എനിക്കൊരു കണ്ടൻ്റ് ആവും. ഫ്ലവർ ഉണ്ടാക്കാൻ കുറേ നാൾ കൂടി ഉണ്ടാക്കണോണ്ടൊരു സന്തോഷം. ഇതിൻ്റെ ലാസ്റ്റ് റിസൾട്ട് കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, നമ്മൾ എന്ത് ചെയ്തിട്ടാണേലും അവസാനം കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം. അപ്പോൾ ഇതേ 4 ഇതളുള്ള ഒരു ഫ്ലവർ ആട്ടോ ഞാൻ ഉണ്ടാക്കിയേ. ഇതെല്ലാം കൂടെ കൂട്ടിപ്പിടിച്ച് പിന്നെയും കെട്ടണം. കെട്ടാണ് ഇതിനകത്ത് ഏറ്റവും മെയിനായിട്ടുള്ള ഐറ്റം. മറ്റേ കൈ കൊണ്ട് സാധാരണ കെട്ടിടാൻ പോയി കഴിഞ്ഞാൽ അത് ഊർന്ന് പോവും, കെട്ടാൻ പറ്റില്ല. അതെല്ലാം കഴിഞ്ഞു, പൂ റെഡിയായി കഴിഞ്ഞു. പിന്നെ ഈ ഇതൾ നമുക്ക് ഇഷ്ടമുള്ള പോലെ വളച്ച് വയ്ക്കാം. ഈ ഇതളിന് വേണ്ടിയിട്ട് എടുക്കുന്ന കമ്പി അത് നന്നായിട്ട് വളയുന്ന കമ്പിയാണ്. നമ്മളൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വളഞ്ഞ് അങ്ങനെ പോകും. പിന്നെ നേരെയാക്കി വയ്ക്കാം. അങ്ങനെയൊക്കെയാണ്. ഒത്തിരി വളയ്ക്കല്ലേ, പിന്നെ നേരെ ആകുമ്പോഴത്തേക്ക് ആ സോക്സ് ലൂസായി പോകും. അങ്ങനെ ഇതളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൂ റെഡി. ഈസി ചെയ്ത് ഉണ്ടാക്കാൻ. ഒത്തിരി സമയവും വേണ്ട, പക്ഷേ കുറച്ച് അറിഞ്ഞ് വെക്കണം. ഈ കെട്ടും കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാൾക്കാണെങ്കിൽ പെട്ടെന്ന് കൈ വഴങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. ഇത് വലിയ പാടൊന്നുമില്ല. പിന്നെ ഈ ഒരു ടേപ്പ്, ഇതിൻ്റെ പേരും എനിക്കറിയില്ല. ഇതിന് പശയല്ല, പക്ഷേ പശ പോലെ തോന്നും. 2 സൈഡും പശ പോലെ തോന്നുന്ന ഒരു ടേപ്പ്. ഇത് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ തന്നെ അത് ഒട്ടിക്കോളും. ഒട്ടുന്ന പോലെ നമുക്ക് തോന്നും. അങ്ങനെ ഒട്ടും. അത് അങ്ങനെ പ്രസ് ചെയ്ത് വിട്ടാൽ മതി. അത് അങ്ങനെ താഴെ വരെ നമ്മൾ അതിൻ്റെ കാലൊക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഇനി വേണ്ടവർക്ക് ലീഫൊക്കെ ഉണ്ടാക്കാം. ഞാനിപ്പോൾ ലീഫൊന്നും ഉണ്ടാക്കുന്നില്ല, ഇതിവിടെ നിർത്തുന്നു. വീഡിയോ ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒരു ഫ്ലവറും കൂടെ ഞാൻ ഉണ്ടാക്കി. അതിൻ്റെ അറ്റത്തായിട്ട് ഈ സോക്സ് തന്നെ ആട്ടോ ചുരുട്ടി കെട്ടി വെച്ചേക്കുന്നത്. അങ്ങനെ കവർ ചെയ്ത് 2-3 ലെയർ കവർ ചെയ്തിട്ട് അത് മൊട്ട് പോലെ ആക്കി വെച്ചേക്കുക. ഈ ഫ്ലവറിൻ്റെ അകത്തെ പൂമ്പൊടി പോലെ ഉണ്ടാക്കി വെച്ചേക്കണം കേട്ടോ കണ്ടേക്കുന്നത്. അങ്ങനെ 2 സൈസ് ഫ്ലവറാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമുള്ളവർ, കുട്ടികൾക്കാണേലും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഒത്തിരി വിലയൊന്നുമില്ല കേട്ടോ ഈ സാധനങ്ങൾക്കൊന്നും. ഇതെൻ്റെ പണ്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്ന, എല്ലാം ചെളി പിടിച്ച് പഴയതായിപ്പോയി. 3 വർഷമായി ഇങ്ങനെ ഇരിക്കണു.
കഴുകി എടുത്താൽ നന്നാവും എന്തോ, കളയാൻ തോന്നുന്നില്ല, നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതല്ലേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്